സ്പെഷ്യൽ കുട്ടികൾക്ക് ഇവർക്ക് അവർക്ക് സ്പെഷ്യലായിട്ട് ഒരു സംവിധാനം ഇയാലോ ഉണ്ട്, പിന്നെ കോഴിക്കോടുണ്ട്. അതിന് പുറമെ ആർക്കെങ്കിലും മംഗലാപുരത്തിനാണ് യോഗത്തിൽ ആദ്യമായി സംസാരിക്കുന്നതിലേക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇങ്ങനെയൊരു യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നതിൻ്റെ സാഹചര്യം നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. എൻഡോസൾഫാൻ ഇന്ന് നമ്മളൊക്കെ ഒരു ഞെട്ടലോടുകൂടി കേൾക്കുന്ന പദപ്രയോഗമായിട്ട് മാറിയിരിക്കുക. കാസർഗോട്ടെ നമ്മുടെ അനുഭവം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ കാസർഗോഡിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്കും എൻഡോസൾഫാൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻഡോസൾഫാൻ 2001 മുതൽ കേരളത്തിൽ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ എൻഡോസൾഫാൻ്റെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചു. 2006 ഒക്ടോബർ 31 കേരള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും കേരളത്തിൽ നിരോധിച്ചു. പക്ഷേ അതിനുശേഷവും കാസർഗോഡ് ജില്ല ഒഴികെ മറ്റ് ചില ജില്ലകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എൻഡോസൾഫാനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം, അതിനെതിരായിട്ടുള്ളൊരു വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ അത് ഏറ്റവും കൂടുതൽ മഹാഭൂരിപക്ഷവും ഈ കാസർഗോഡ് ജില്ലയിലാണ്. അവരുടെ ദുഃഖമായിട്ട് അല്ലെ അവരുടെ കുടുംബത്തിൻ്റെ മാത്രം ഒരു ദുഃഖമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ലോകം മുഴുവൻ എൻഡോസൾഫാൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമുണ്ട്. ഈ കുട്ടി ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഇന്ന് അത് സംബന്ധിച്ച നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ പകർപ്പ് ഞാൻ കാണുകയുണ്ട്. ആ തരം സംഭവങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി 24 hours പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഇവിടെ വരേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഈ കാസർഗോഡ് എൻഡോസൾഫാൻ ശേഖരം പല സ്ഥലങ്ങളിലുമുണ്ട്. അത് നിർവീര്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ് സഹായം ആവശ്യമാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പങ്കാളിത്തത്തോടു കൂടിയുള്ള ഫുൾ പാക്കേജ് നടപ്പിലാക്കുക. 2 രീതിയിലുള്ള സമീപനങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കണം. ഒന്ന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ളത്, ഒന്ന് ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ളത്.